നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ പോലീസുകാരെ പറ്റി നമുക്കറിയാം. ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരുള്ളത് കേരളത്തിലെ പോലീസ് സേനയിലാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് എനിക്ക് നല്ല മതിപ്പുമാണ്. ചിലപ്പോഴെങ്കിലും രാഷ്ട്രീയക്കാർ അവരുടെ ചട്ടുകങ്ങളായി ഈ പോലീസുകാരെ ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും രാഷ്ട്രീയത്തിൽ ഉള്ളവരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ശത്രുക്കളായി ചില പോലീസുകാർ മാറുന്നത്. ചിലപ്പോൾ കാര്യം നടത്തി കൊടുക്കാതിരിക്കുമ്പോൾ രാഷ്ട്രീയക്കാരുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ഒക്കെ ശത്രുക്കളായി മാറുകയും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. മറിച്ച് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഏതെങ്കിലും സമരവുമൊക്കെയായി ബന്ധപ്പെട്ട് അവർക്കെതിരെ ഇറങ്ങുന്നവരെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി അടിച്ചൊതുക്കുന്ന ചില രീതികൾ കാണുമ്പോഴും നമ്മൾ പോലീസിനെ ദുരുപയോഗപ്പെടുത്തുന്ന തരത്തിൽ പോലീസിനെയൊക്കെ വിമർശിക്കാറൊക്കെയുണ്ട് ചില ഘട്ടങ്ങളിലെങ്കിലും. അവരുടെ ഫ്രസ്ട്രേഷൻസും അവരുടെ ജോലി ഭാരവും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ കേരളത്തിലെ പോലീസുകാരെ സംബന്ധിച്ച് നോക്കിയാൽ പേപ്പറും പേനയും പോലും സ്വന്തം കയ്യിൽ നിന്ന് വാങ്ങിക്കണം, വണ്ടിക്ക് പെട്രോൾ അടിച്ച് പോയി അന്വേഷണം നടത്തേണ്ട അവസ്ഥ വരെ കേരളത്തിലെ പോലീസുകാർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് ഇവരുടെ ജോലി ഭാരം കൂടി വരുന്നത്. ഈ ജോലി ഭാരം ഒക്കെ നിലനിൽക്കുമ്പോഴും നീതിയും നിയമവും സംരക്ഷിക്കാൻ വേണ്ടി ഈ പോലീസുകാർ, നമുക്കറിയാം, പോലീസുകാർ ഇറങ്ങുന്നതും അവരുള്ളത് കൊണ്ടാണ് നമുക്ക് കേരളത്തിൽ ഇത്രയെങ്കിലും ഒക്കെ മുമ്പോട്ട് പോകാൻ കഴിയുന്നത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റോഡിൽ ഏതാണ്ട് മരുതൻകുഴി ഭാഗത്തൊരു റോഡിൽ നിൽക്കുമ്പോൾ ഒരു അല്പസമയം അവിടെ ട്രാഫിക്കിൻ്റെ സിഗ്നൽ കട്ടായി. ആ സിഗ്നൽ കട്ടായ സമയത്ത് നമുക്ക് കാണുന്നത് ഒരു മര്യാദയുമില്ലാതെ എല്ലാവരും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് എല്ലാ വഴികളിൽ നിന്നും ഒരേ സമയം കയറി വന്ന് അവിടെ എല്ലാം റോഡ് ബ്ലോക്കാക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരു ദിവസം ഒരു 10 മിനിറ്റ് പോലീസുകാരില്ലാത്ത ഒരു കേരളത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അത്രയധികം പ്രശ്നങ്ങൾ നമുക്ക് ഓരോ സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കഴിഞ്ഞ 3 വർഷമായി ഒരു പോക്സോ കേസിലെ പ്രതി ഒളിച്ചു നടക്കുകയായിരുന്നു. അതും ഏഷ്യാനെറ്റിൻ്റെ ഒരു മുൻ ജീവനക്കാരനായിരുന്നു. ഗോപാലകൃഷ്ണൻ എന്നാണ് അയാളുടെ പേര്. അയാൾ ഒരു പോക്സോ കേസിൽപ്പെട്ട ശേഷം അത് ഏഷ്യാനെറ്റ് അയാളെ പുറത്താക്കുകയും ചെയ്തു. അയാളെ കഴിഞ്ഞ 3 വർഷത്തിന് ശേഷം ഇപ്പോൾ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തമിഴ്നാട്ടിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു ഇയാളെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ദിവസം രാവിലെ തമിഴ്നാട്ടിൽ അയാൾ ഒളിച്ചു താമസിക്കുന്ന സ്ഥലത്തേക്ക് പോലീസുകാരെത്തുകയും രാവിലെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ പോലീസുകാരെയാണ്. അങ്ങനെയാണ് അവിടെ ഒന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. 3 വർഷത്തിനുള്ളിൽ എങ്ങനെയാണ് ഇവിടേക്ക് അന്വേഷണം എത്തിയതെന്നോ ഇയാൾ എവിടെയാണ് പോയെന്നോ ഒരു തരത്തിലുള്ള ഫോൺ കണക്ഷനോ ഒന്നും അയാൾ ഉപയോഗിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഫോൺ കണക്ഷൻ അടക്കമുള്ളവ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിലും കേരളത്തിലെ പോലീസ് വളരെ അന്വേഷണത്തിലൂടെ ഈ ഗോപാലകൃഷ്ണനിലേക്ക് എത്തിയിരിക്കുന്നു. വട്ടിയൂർക്കാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഒരു ദിവസം അങ്ങ് മുങ്ങിക്കളയാമെന്നും അവരെ ഒരിക്കലും അറസ്റ്റ് ചെയ്യില്ലെന്നും ഒക്കെ വിചാരിക്കുന്നവർക്കുള്ള തിരിച്ചടികളാണ് കേരള പോലീസിന്റെ ഇങ്ങനെയുള്ള നീക്കം. ഏതായാലും ഇത്തരത്തിലുള്ള അന്വേഷണത്തിൽ ഇത്തരത്തിൽ ജാഗ്രതയോടുകൂടി അന്വേഷണം നടത്തിയ കേരള പോലീസിന്, പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് ഒരു അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള പോലീസുകാരുണ്ടായെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മുടെ നീതിന്യായ സംവിധാനം വളരെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് പറയാൻ കഴിയുന്നത്.